ഫെർട്ടിലൈസറുമാണ്. അതേപോലെ തന്നെ നമ്മളെ ഫ്ലവറിങ് ഹോർമോണും കൂടിയാണ് നമ്മളെ ഈ ഒരു കാപ്പിപ്പൊടി. ഒരുപാട് ഗുണങ്ങൾ അടങ്ങിയിട്ടുള്ള ഒന്നാണ് നമ്മളെ കാപ്പിപ്പൊടി. അത് തന്നെ നമ്മൾ ഈ ഒരു ചെടീൻ്റെ വളർച്ചയെ വളരെയധികം ഈ ഒരു കാപ്പിപ്പൊടി പ്രയോഗം സഹായിക്കും. നമുക്ക് കാപ്പിപ്പൊടി രണ്ട് രീതിയിൽ നമുക്ക് ഉപയോഗിക്കാം. ഒന്ന് നമ്മൾ ചായയൊക്കെ എടുത്തിട്ടുള്ള മട്ടുണ്ടല്ലോ, അത് നമുക്ക് ഉപയോഗിക്കാം. അതിലാണെങ്കിലും കൂടുതലായിട്ടും നൈട്രജൻ, പൊട്ടാസ്യം, കാൽസ്യം, ഫോസ്ഫറസ് ഇതൊക്കെ അടങ്ങിയിട്ടുണ്ട്. അതേപോലെ തന്നെ ആ ഒരു കാപ്പിപ്പൊടി നമുക്ക് ഈ ഒരു ഫെർട്ടിലൈസർ ഉണ്ടാക്കാൻ ഉപയോഗിക്കാം. അതേപോലെ തന്നെ നമുക്ക് ഫ്രഷ് ആയിട്ടുള്ള കാപ്പിപ്പൊടി ഉണ്ടല്ലോ, അതാണെങ്കിലും നമുക്ക് ഉപയോഗിക്കാം കേട്ടോ. അതിലും ഈ പറഞ്ഞ പോലെ തന്നെ എല്ലാ കണ്ടന്റും അടങ്ങിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ നമ്മൾ ഈ ഒരു ഇപ്പോൾ ചെടീൻ്റെ ലീഫിനൊക്കെ ഉണ്ടല്ലോ, ലീഫിനൊക്കെ നല്ല പച്ച നിറത്തിലും അതേപോലെ ഫ്ലവറൊക്കെ നല്ല വലിപ്പത്തിൽ നല്ല ഭംഗിയിൽ നിൽക്കുമ്പോഴാവും നമ്മൾ ആ ഒരു ചെടീൻ്റെ ഭംഗി നമുക്ക് അറിയാം അല്ലേ. അപ്പം അതുകൊണ്ട് തന്നെ ഈ ഒരു ചെടീൻ്റെ എല്ലാ വളർച്ചേനെയും വളരെയധികം ഹെൽപ്പ് ചെയ്യണ ഒന്നാണ് നമ്മൾ ഈ ഒരു കാപ്പിപ്പൊടി. അതുകൊണ്ട് തന്നെ നമുക്ക് ഈ ഒരു കൂടുതലും നമ്മളിത് ഉപയോഗിക്കുന്നതിലൂടെ നമുക്ക് പെട്ടെന്ന് തന്നെ മനസ്സിലാക്കാം ഈ ഒരു ചെടീൻ്റെ ഗ്രോത്ത് ഫാസ്റ്റിലായിരിക്കും. അതേപോലെ തന്നെ ഈ ഒരുപാടായിട്ട് നമ്മളിങ്ങനെ മുരടിച്ചൊക്കെ നിൽക്കുന്ന പ്ലാന്റ്സ് ഒക്കെ ഉണ്ടാവുമല്ലോ. അപ്പോൾ പ്രത്യേകിച്ചും ഞാൻ ഈ ഒരു ജമന്തിയിൽ കാണിക്കുന്നത് എന്ന് പറഞ്ഞാൽ, ഞാൻ എൻ്റെ അടുത്ത് കുറച്ച് ജമന്തിയൊക്കെയാണ് ഉള്ളത്. അപ്പോൾ അതിലൊക്കെ ഞാൻ യൂസ് ചെയ്യുമ്പോൾ എനിക്ക് ഭയങ്കര മാറ്റമാണ് തോന്നിക്കുന്നത്. അപ്പോൾ അതുകൊണ്ടാണ് അത് നമുക്ക് ജമന്തിയിൽ മാത്രമല്ല എല്ലാ ചെടികളിലും നമുക്ക് ഈ ഒരു കാപ്പിപ്പൊടി പ്രയോഗം ഉപയോഗിക്കാം കേട്ടോ. അതേപോലെ തന്നെ നമുക്ക് ഏറ്റവും സിമ്പിളായിട്ട് നമ്മൾ കിച്ചണിൽ നമ്മൾ ഡെയിലി ഉപയോഗിക്കുന്ന, നമ്മൾ കളയുന്ന ഒന്നാണ് നമ്മളെ കഞ്ഞിവെള്ളം. ഇപ്പോൾ കഞ്ഞിവെള്ളത്തിൻ്റെ ഗുണം ഞാൻ എല്ലാ വീഡിയോയിലും പറയുന്നതാണ്. കാരണം ഞാൻ ഫെർട്ടിലൈസർ ഉണ്ടാക്കുന്ന സമയത്തൊക്കെ കൂടുതലായിട്ടും ഞാൻ എടുക്കാറുള്ളത് കഞ്ഞിവെള്ളമാണ്. കഞ്ഞിവെള്ളം ഇല്ലെങ്കിൽ നമുക്ക് കഞ്ഞിവെള്ളം ഇല്ലാത്ത വീട് ഉണ്ടായിരിക്കില്ല. കഞ്ഞിവെള്ളം അല്ലെങ്കിൽ നമുക്ക് വേപ്പിൻ പിണ്ണാക്കോ കടലപ്പിണ്ണാക്കോ ഒക്കെ എടുക്കാം കേട്ടോ. പക്ഷെ നമുക്ക് ഏറ്റവും എളുപ്പമായിട്ട് ചെയ്യാൻ പറ്റുന്നത് കഞ്ഞിവെള്ളം അല്ലേ. അപ്പോൾ കഞ്ഞിവെള്ളത്തിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് എല്ലാ ഗുണങ്ങളും എല്ലാ പ്രോട്ടീൻസും അടങ്ങിയിട്ടുള്ള ഒന്നാണ് കഞ്ഞിവെള്ളം. ഇതിൽ നമ്മളെ ചെടീനെ വളർച്ചയെ വളരെയധികം ഹെൽപ്പ് ചെയ്യും. ഇപ്പോൾ വെറുതെ ആണെങ്കിലും നമ്മൾ കഞ്ഞിവെള്ളം പുളിപ്പിച്ചിട്ട് കൂടുതൽ വെള്ളം ഡൈലൂട്ട് ചെയ്തിട്ട് നമ്മൾ ചെടികൾക്ക് ഒഴിച്ചു കൊടുത്താലും നമുക്ക് നല്ല റിസൾട്ട് ആയിരിക്കും ഉണ്ടാവുക. അപ്പോൾ ഈ ഒരു കഞ്ഞിവെള്ളം ഞാൻ അത്യാവശ്യം നല്ല തിക്കായിട്ടുള്ള കഞ്ഞിവെള്ളമാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. അപ്പോൾ ഇന്നത്തെ കഞ്ഞിവെള്ളമാണ് ഇപ്പോൾ ഇവിടെ എടുത്തിട്ടുള്ളത്. ഇനി നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ, നമ്മൾ ഈ ഒരു കഞ്ഞിവെള്ളത്തിലേക്ക് നമുക്ക് ഈ കാപ്പിപ്പൊടി നമ്മൾ ഇട്ട് കൊടുക്കണം. അപ്പം നമ്മൾ 1 ലിറ്റർ കഞ്ഞിവെള്ളം എടുക്കുമ്പോൾ അതിലേക്ക് 1 സ്പൂണ് കാപ്പിപ്പൊടി എന്ന കണക്കിലാണ് കേട്ടോ നമ്മൾ എടുക്കേണ്ടത്. എന്നിട്ട് നമ്മൾ ഈ ഒരു കഞ്ഞിവെള്ളം, ഇപ്പം ഇത് അത്യാവശ്യം നല്ല തിക്കായിട്ടുള്ള കഞ്ഞിവെള്ളം ആയതുകൊണ്ട് നമ്മൾക്ക് 1 സ്പൂണ് കാപ്പിപ്പൊടി ഇതിലേക്ക് ഇട്ട് കൊടുക്കുക കേട്ടോ. അപ്പം ആ ഒരു ഇതിലാണ് നമ്മൾ ചെയ്യേണ്ടത്. അപ്പം നമ്മൾ എത്ര കഞ്ഞിവെള്ളം എടുക്കുന്നോ അപ്പം അതിനനുസരിച്ച് ചെയ്യാം കേട്ടോ. അപ്പം ചെടികൾ ഇതനുസരിച്ച് നമ്മൾ എടുക്കുക. അപ്പം എന്നിട്ട് നമ്മൾ ഇത് നല്ലതുപോലെ ഇതിലൊന്ന് മിക്സ് ആക്കി എടുക്കണം. അപ്പോൾ ഈ ഒരു കാപ്പിപ്പൊടി ഇതിലൊന്ന് അലിഞ്ഞു ചേരാൻ കുറച്ച് പ്രയാസം ഉണ്ടാവും. അപ്പോൾ അത് മെല്ലെ ഒന്ന് നല്ലതുപോലെ ഒന്ന് ഇളക്കി, അല്ലെങ്കിൽ നമ്മൾ കുറച്ച് വെള്ളം എടുത്തിട്ട് നമ്മൾ നല്ലതുപോലെ ഒന്ന് ഇളക്കിയിട്ട് ഇതിലേക്ക് ഒഴിച്ചു കൊടുത്താലും മതി കേട്ടോ. അപ്പം എങ്ങനെയാണെങ്കിലും നമ്മളിത് നല്ലതുപോലെ ഈ ഒരു കഞ്ഞിവെള്ളത്തിൽ ഈ ഒരു കാപ്പിപ്പൊടി നല്ലതുപോലെ ഒന്ന് മിക്സ് ആക്കി എടുക്കുക കേട്ടോ. എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യണം എന്ന് വെച്ചാൽ, ഈ ഒരു കഞ്ഞിവെള്ളം നല്ലതുപോലെ മിക്സ് ആക്കി കഴിഞ്ഞതിന് ശേഷം നമ്മൾ ഇത് ഒരു ദിവസം എടുത്ത് വെക്കണം. നമ്മൾ ഈ ഒരു കഞ്ഞിവെള്ളം 1, 2, 3 ദിവസം എടുത്ത് വെക്കണം. അപ്പോഴാണ് ഇതിന് കൂടുതലായിട്ട് ഗുണം കിട്ടുക. അപ്പം നമ്മൾ ഈ ഒരു കഞ്ഞിവെള്ളം ഒരു ദിവസം എടുത്ത് വെച്ച 2, 3 ദിവസം എടുത്ത് വെച്ച കഞ്ഞിവെള്ളത്തിനൊരു പുളിപ്പ് വരും അല്ലേ. അപ്പം ഈ ഒരു പുളിച്ച കഞ്ഞിവെള്ളത്തിന്റെ ഗുണം എന്താ, നമ്മൾ ഈ പുളിച്ച കഞ്ഞിവെള്ളം മണ്ണിൽ ഒഴിച്ചു കൊടുക്കുമ്പോൾ നമുക്ക് ഈ മണ്ണിന്റെ ഫലപുഷ്ടി കൂടുകയാണ് ചെയ്യുക. ഈ മണ്ണിലുള്ള ഈ ചെറിയ ജീവാണുക്കളൊക്കെ ഉണ്ടല്ലോ, അപ്പൊ അതൊക്കെ പെരുകും. അപ്പൊ നമുക്ക് ഈ മണ്ണിൽ കൂടുതൽ ഗുണങ്ങളാണ് ഉണ്ടാവുക. അപ്പൊ നമ്മൾ ഒരു ദിവസം എടുത്ത് വെച്ച ഒരു ദിവസം നമ്മൾ ഇത് ഇങ്ങനെ മിക്സ് ആക്കി എടുത്ത് വെച്ചതാണ് കേട്ടോ. 1, 2 ദിവസം എടുത്ത് വെക്കുക. അപ്പൊ നല്ലോണം പുളിച്ച് വരും. എന്നിട്ട് നമ്മളിത് ഒരു കുറച്ച് വെള്ളം 5 ലിറ്റർ വെള്ളത്തിലേക്ക് ഇതൊന്ന് മിക്സ് ചെയ്യുക. എന്നിട്ട് നമ്മൾ കൂടുതൽ വെള്ളം കുറച്ച് നല്ലോണം എടുത്തിട്ട് ഡൈലൂട്ട് ചെയ്തിട്ട് ചെയ്യുക കേട്ടോ. അല്ലെങ്കിൽ നമ്മൾ പെട്ടെന്ന് ചില ചെടികൾക്കൊക്കെ ഒഴിച്ചു കൊടുക്കുന്ന സമയത്ത് ചെടി പെട്ടെന്ന് അഴുകി പോവാനും ഒക്കെ ചാൻസ് ഉണ്ട് കേട്ടോ. പ്രത്യേകിച്ചും ജമന്തിക്ക് നമ്മൾ ഏതൊരു വളം ഇട്ട് കൊടുക്കുന്ന സമയത്ത് നമ്മൾ നല്ലതുപോലെ ശ്രദ്ധിക്കണം. കാരണം ജമന്തിന്റെ ഒരു പ്രശ്നം എന്ന് പറഞ്ഞാൽ ഇതിന്റെ ഈ വേര് ചീഞ്ഞു പോവുക, തണ്ട് ചീഞ്ഞു പോവുക, അങ്ങനത്തെ പ്രശ്നങ്ങളൊക്കെയാണ് കേട്ടോ. അപ്പൊ നമുക്ക് ഇതൊരു സ്പെയറിലേക്ക് ഒഴിച്ചു കൊടുക്കുക, അല്ലെങ്കിൽ നമുക്ക് സാധാ കപ്പ് കൊണ്ട് ഒഴിച്ചു കൊടുത്താലും മതി കേട്ടോ. എങ്ങനെയും ചെയ്യാം കേട്ടോ. അപ്പൊ ഞാനിത് അങ്ങനെ ചെയ്യണേ.
എന്നിട്ട് നമ്മളിത് ചെടികളിലും പൂമൊട്ടൊക്കെ ഉണ്ടാവുന്ന അവിടെയൊക്കെ നല്ലതുപോലെ ഒന്ന് സ്പ്രേ ചെയ്ത് കൊടുക്കുക. അപ്പൊ ഇതിങ്ങനെ സ്പ്രേ ചെയ്ത് കൊടുക്കുമ്പോൾ എന്താ ഗുണം എന്ന് വെച്ചാൽ ഈ ഒരു കാപ്പിപ്പൊടിക്ക് ഒരു സ്മെല്ല് ഉണ്ടല്ലോ, അത് കാരണം നമ്മൾ ഈ ചെറിയ അണുക്കളൊന്നും ചെറിയ പുഴുക്കളൊക്കെ ഉണ്ടല്ലോ, ഇതൊന്നും വന്നിരിക്കില്ല കേട്ടോ ചെടികളിൽ. അതൊരു ഭയങ്കര ഒരു ഗുണമാണ്. കാരണം അത് നമ്മളെ ചെടിയിലെ ഈ പൂമൊട്ടുകളൊക്കെ നിറയുന്ന സമയത്ത് ഈ മൊട്ടുകളൊക്കെ ഇങ്ങനെ ചെറുതായിട്ട് കുത്തി ഇതൊക്കെ ഇങ്ങനെ കേടുവരും, മൊട്ട് വരും, പക്ഷെ അത് വിരിയാൻ ചാൻസ് കുറവായിരിക്കും. അപ്പൊ ആ പ്രശ്നമൊക്കെ മാറ്റാൻ നമുക്ക് ഈ ഒരു കാപ്പിപ്പൊടി പ്രയോഗം പറ്റൂ കേട്ടോ. അപ്പൊ എൻ്റെ ഈ ഒരു ജമന്തി പറഞ്ഞാല് ഇതിലിപ്പോ ഒരു ജമന്തി നിറച്ചും ഫ്ലവർ ഉണ്ടായി ഒക്കെ, അതിൻ്റെ ഒക്കെ ചെറിയ കമ്പുകളും കുഞ്ഞി തൈകളൊക്കെ എടുത്ത് ഞാൻ വേറൊരു ചട്ടിയിലേക്ക് നട്ടതാട്ടോ. അപ്പൊ ഇതിലൊക്കെ ഇതാ രണ്ടാമത് മൊട്ടുകൾ നിറഞ്ഞിട്ടുണ്ട്. അപ്പൊ ഈ ഒരു രീതിയിൽ നമ്മൾ ചെയ്യുകയാണെങ്കിൽ, ഇപ്പൊ ഇത് നമ്മളെ ഈ ജമന്തിക്ക് മാത്രമല്ല, അപ്പൊ ഇത് എൻ്റെ 10 മണി ചെടിയാണ് കേട്ടോ. അപ്പൊ ഇതിലാണെങ്കിലും കണ്ടോ നിങ്ങൾ നിറച്ച് ഫ്ലവർ ഉണ്ടായത്. അപ്പൊ ഞാൻ ഈ ഫെർട്ടിലൈസറുകളൊക്കെ ഈ ഒരു ചെടികൾക്കൊക്കെ ഞാൻ ഉപയോഗിക്കാറുണ്ട് കേട്ടോ. അപ്പൊ ഇതുപോലെ നിറച്ചും ഫ്ലവറാണ് കേട്ടോ. ഇപ്പൊ ഈ മഴക്കാലമായപ്പോൾ കുറച്ചും അങ്ങോട്ട് കുറഞ്ഞതാണ്, അപ്പൊ ശരിക്കും അതിൽ നിറച്ചും ഫ്ലവർ ആയിരുന്നു കേട്ടോ. അപ്പൊ ഇതേപോലെ നിറച്ചും പൂമുട്ട് ഉണ്ടാവാനും ഫ്ലവർ ഉണ്ടാവാനും നമ്മളെ വളരെയധികം ഹെൽപ്പ് ചെയ്യുന്ന ഒന്നാണ് നമ്മൾ ഈ ഒരു കാപ്പിപ്പൊടി കേട്ടോ. അപ്പൊ ഇത് നമുക്ക് 2 രീതിയിൽ ഉപയോഗിക്കാം. ഒന്നെങ്കിൽ നമ്മൾ ചായ എടുത്തത് ആ മട്ട് ഉപയോഗിക്കാം, അല്ലെങ്കിൽ നമുക്ക് ഫ്രഷ് ആയിട്ട് എടുക്കാം. രണ്ടിനും നമുക്ക് 2 ഗുണങ്ങൾ കിട്ടും കേട്ടോ. അതും നമ്മളെ ചെടീന്റെ ഗ്രോത്തിന് വളരെയധികം ഹെൽപ്പ് ചെയ്യും. പിന്നെ നമുക്ക് കൂടുതൽ പറയാനുള്ളത്, ഈ ഉണ്ടാവുന്ന ചെടികൾക്ക് ഫ്ലവേഴ്സിനൊക്കെ ഉണ്ടല്ലോ, ഫ്ലവേഴ്സിനൊക്കെ നല്ല ഭംഗിയിലായിരിക്കും, നല്ല പച്ചപ്പോടെ ഉള്ള നല്ല ഭംഗിയിലായിരിക്കും ഉണ്ടാവുക കേട്ടോ. അപ്പൊ അത് ഭയങ്കരമാണ്. അപ്പൊ ആ ഒരു തണ്ടിനും ലീഫിനൊക്കെ ഒരു പ്രത്യേക ഒരു പച്ചപ്പ് കൂടുതലായിരിക്കും ഈ ഒരു കാപ്പിപ്പൊടി പ്രയോഗം കേട്ടോ. അപ്പൊ കൂടുതലായിട്ടും അണുക്കൾ ഇതിൽ വന്നിരിക്കുന്ന പ്രാണിശല്യങ്ങളൊക്കെ പോവാനൊക്കെ ഈ ഒരു കാപ്പിപ്പൊടിയുടെ ഈ ഒരു പ്രയോഗം നമ്മളെ ഹെൽപ്പ് ചെയ്യും കേട്ടോ. അപ്പൊ അതേപോലെ തന്നെ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾ മറക്കണ്ട ഒരു ലൈക്ക് ഒക്കെ അടിക്കുക കേട്ടോ. അപ്പൊ നിങ്ങൾക്ക് ഹെൽപ്പായിട്ടുള്ള വീഡിയോ ആണെന്ന് തോന്നിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾ നിങ്ങളെ ഫ്രണ്ട്സുകൾക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്യുക. അതേപോലെ തന്നെ നിങ്ങളെ ഫീഡ്ബാക്ക് ഒക്കെ അറിയിക്കുക കേട്ടോ. അപ്പൊ വീണ്ടും അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് പെട്ടെന്ന് വരുന്നതായിരിക്കും. താങ്ക് യു ഫോർ വാച്ചിങ്.